കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, കേന്ദ്രം പറയുന്നത് വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കേണ്ടത് സംസ്ഥാനമാണ്. വിളനാശമുണ്ടായാൽ അതിനുള്ള നിബന്ധന സംസ്ഥാനം പുറപ്പെടുവിക്കുന്ന നിബന്ധന പ്രകാരം നഷ്ടപരിഹാരമെന്ന്. പക്ഷേ പലപ്പോഴായിട്ട് വനം വകുപ്പ് മന്ത്രി അടക്കം പറയുന്നത് കയറിന്റെ അറ്റത്ത് പശു ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവില്ല. അതായത് ഈ 1.72 കോടി രൂപ ഈ 4 വർഷത്തിനിടെ കേന്ദ്രം നൽകിയ വിഷയം വന്യജീവി ആക്രമണത്തിന് ഉള്ള നഷ്ടത്തിന് പരിഹാരം 1.72. കേരളം കഴിഞ്ഞ വർഷം മാത്രം കൊടുത്തത് 11 കോടി രൂപ. അതായത് കേന്ദ്രം ഈ രീതിയിലുള്ള നിയമം കൊണ്ടുവരുന്നു. നേരത്തെ ശ്രീ ആയുർ ബിജു പറഞ്ഞതുപോലെ ഈ നിയമം ഭേദഗതി ചെയ്യാതെ സംസ്ഥാനം തലകുത്തി നിന്നാലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. നഷ്ടപരിഹാരത്തിനും ഈ അവസ്ഥ. ഇതായത് ഈ പന്ത് കേന്ദ്രത്തിന്റെ കോർട്ടിൽ മാത്രമാണ് കിടക്കുന്നത്, സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിപ്പം LDF അല്ല UDF ഭരിച്ചാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്തേക്കുള്ള മാജിക് ഒന്നും കാണിക്കാൻ കഴിയില്ല. അതാണോ സത്യം? അപർണ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്നുള്ളതല്ല, ഇതെങ്ങനെ ഫലപ്രദമായിട്ട് തടയാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പൊ 8.5 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ്. ഇപ്പൊ മൂന്നാർ DFOയുടെ കീഴിൽ, ഞങ്ങളൊക്കെ താമസിക്കുന്ന പ്രദേശം മൂന്നാർ DFOയുടെ കീഴിൽ വരുന്നതാണ്. ഇപ്പൊ ഇന്നത്തെ എൽദോസിന്റെ മരണം കൂടി എന്റെ കണക്ക് പ്രകാരം 47ാമത്തെ ആളാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കാഞ്ഞിരവേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ദിര രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വനിതയെ കാട്ടാന മൃഗീയമായ ഇതുപോലെ ഭീകരമായ രീതിയിൽ കൊല ചെയ്തു. അപ്പൊ ഇത് 47ാമത്തെ സംഭവമാണ് മൂന്നാർ DFOയുടെ കീഴിൽ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആയൂർ ബിജു പറഞ്ഞപ്പോ കേന്ദ്ര നിയമമൊക്കെ നമുക്ക് പെട്ടെന്ന് പരിഷ്കരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കേന്ദ്ര നിയമത്തിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ആയൂർ ബിജുവിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ വേണമെങ്കിൽ ചീഫ് വൈൽഡ് വാർഡന് ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമവും ഒക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അത് എന്തുകൊണ്ട് അവർ പ്രയോഗിക്കുന്നില്ല എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റ് പറയേണ്ടതാണ്. ഇനിയിപ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ ഇതൊക്കെ കണ്ടെത്തി ഇത് അപകടകാരിയാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിലൊക്കെ വരണമെങ്കിൽ എന്താണ് അതിന് തടസ്സം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവിടെ പ്രായോഗികമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. ഒന്ന്, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ബജറ്റുകളിൽ വലിയ തുക, പക്ഷെ ഇപ്പം അത് വളരെ കുറഞ്ഞു വന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ വളരെ പരിമിതമായ തുകയാണ് ഈ വന്യജീവി ആക്രമണങ്ങൾ തടയാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത്. ഇപ്പോ എൽദോസ് എന്റെ സ്നേഹിതൻ അവിടെ ഇരിക്കുന്നു, കുട്ടമ്പുഴ പഞ്ചായത്തിലെ മെമ്പറാണ്. ഈ പ്രദേശത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലയാറ്റൂർ വനവും അതുപോലെ തന്നെ നേരിമംഗലം വനവുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ ഒന്നുകിൽ ട്രെഞ്ചുകൾ ഫലപ്രദമായിട്ടുണ്ടാകണം, അതല്ല എങ്കിൽ റെയിൽ ഫെൻസിങ് എന്ന് പറയുന്ന സംവിധാനം. മറ്റ് നാടുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇപ്പൊ കുമൗണ് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാം ഈ വനങ്ങളിൽ നിന്ന് മൃഗങ്ങൾ കടക്കാതിരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഫലപ്രദമായ നടപടികൾ. ഇവിടെ 8 വർഷമായി അല്ലെങ്കിൽ 8.5 വർഷമായി ഈ പ്രഖ്യാപനങ്ങളല്ലാതെ, ഇപ്പൊ വയനാട്ടിൽ നമ്മൾ കണ്ടു കാലത്തെ ഒരു മധ്യവയസ്കൻ, അവന്റെ പിറകെ ആന വന്ന് അവൻ ഓടി അവന്റെ ആശ്രയമായ വീട്ടിലേക്ക് കയറുമ്പോൾ ഗേറ്റ് ഇടിച്ചു വന്ന് ആന അവനെ അങ്ങ് കശാപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ എൽദോസ് അവന്റെ തൊഴിൽ സ്ഥലത്ത് നിന്ന് വൈകുന്നേരം വന്ന് വാഹനം ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. മനുഷ്യന് ഒരു രീതിയിലും ഹൈറേഞ്ച് മേഖലയിൽ മലയോര മേഖലയിൽ ജീവിക്കാൻ പറ്റാത്ത ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം അപർണ വന്നിരിക്കുകയാണ്. ഇപ്പോ ഇടുക്കി ജില്ലയിൽ ചിന്നക്കനാല്, ശാന്തൻപാറ പഞ്ചായത്തുകളിലൊക്കെ 100 കണക്കിന് ഏക്കർ കൃഷിഭൂമി, ഇത് ഈ ആനയിറങ്ങൽ പ്രദേശത്തുള്ള 27 ആനയാണെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക്. അതിൽ 10-15 എണ്ണം കൂട്ടം കൂടി നടക്കുന്നു. അരിക്കൊമ്പനെ കൊണ്ടുപോയി ഇപ്പൊ ചക്കക്കൊമ്പൻ ശല്യക്കാരനായി മാറിയിരിക്കുക. ഈ കൃഷി മേഖലയിലേക്ക് ഇത് കടന്നു വന്ന് വല്ലാത്ത രീതിയിൽ ഉപദ്രവം ചെയ്യുകയാണ്. ആയുർ ബിജു പറഞ്ഞ ഒരു കാര്യത്തിൽ ഇപ്പോൾ വസ്തുതാപരമായ ഒരു വശമുണ്ട്. കാരണം ഇപ്പൊ സുലഭമായി മഴ, വനഭൂമിയിലൊക്കെ നല്ലപോലെ തീറ്റയുള്ളതാണ്. ആന ഇപ്പം പുറത്തോട്ടിറങ്ങുന്നത് വെള്ളമില്ലാത്തതുകൊണ്ടോ തീറ്റയില്ലാത്തതുകൊണ്ടോ അല്ല. അപ്പൊ ഇപ്പോൾ പുറത്തോട്ടിറങ്ങുന്നതിനെ തടയുന്നതിന് വേണ്ടി എന്ത് നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോ ഏറ്റവും ലളിതമായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഈ വഴിവിളക്കുകൾ ഫലപ്രദമായി, കാരണം ഒരു മനുഷ്യൻ ആന നിൽക്കുന്നതൊന്ന് കണ്ട് അവനൊന്ന് ഓടി മാറാനായി ആളുകൾ റോഡുകളിൽ പര്യാപ്തമായ രീതിയിൽ ലൈറ്റുകൾ പല ഭാഗത്തും അത് ഫോറസ്റ്റുകാർ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ സർക്കാർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കുട്ടമ്പുഴ പോലുള്ള ഒരു പഞ്ചായത്തിൽ, ഞാൻ പറയുന്ന ഈ മൂന്നാർ DFOയുടെ ഭാഗം വിഭജിച്ച് കുട്ടമ്പുഴ പോലെയുള്ള ഒരു പഞ്ചായത്തിൽ RRT ടീമിന്റെ ഇപ്പം പുന്നേക്കാട്, തട്ടേക്കാട്, കുട്ടമ്പുഴ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മുഴുവൻ വനഭൂമിയാണല്ലോ. അവിടെ RRT ടീമും അവർക്ക് ആവശ്യമായ മോഡേൺ എക്യുപ്മെന്റ്സും കഴിയുമെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല വെപ്പണുകളൊക്കെ കൊടുത്ത് അവരെ ആ ടീമിനെ അവിടെ സജ്ജമാക്കേണ്ടതാണ്. ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം ചെമ്പൻകുഴി എന്ന് പറയുന്ന സ്ഥലം, അത് ഇടുക്കിയിൽ നിന്ന് നേരിമംഗലത്തേക്കുള്ള കോതമംഗലത്തേക്കുള്ള ദേശീയപാതയാണ്.
ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലാണ് വഴി സൈഡിൽ നിന്ന് കാട്ടാന പന കുത്തിമറിഞ്ഞ് നിർദോഷികളായ 2 വിദ്യാർത്ഥികൾ അതില് ആ പെൺകുട്ടിയുടെ ശരീരത്താണ് ഈ പന വന്ന് വീഴുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹൈവേയുടെ ഭാഗത്തും വഴി സൈഡിലുകളിലും ഒന്നും ഒരു ഫെൻസിങ് നിർമ്മിക്കാനോ അതല്ല എങ്കിൽ ഇതിനെ ഫലപ്രദമായിട്ട് തടയാനുള്ള RRT ടീമോ ഇങ്ങനെയുള്ള യാതൊരു നടപടികളുമില്ല. ഇവിടെ ഞാൻ ഒരു കാര്യം അപർണ, ഈ ചക്കക്കൊമ്പനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് അതിനെ മേധഗാനം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്താ പറഞ്ഞ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. അവിടെ സീനിയർ റോഡ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇവനെ വിട്ട് അവിടെ വരെയാണ് ലോറി പോകുന്നത്, തിരിച്ചു വന്നു. ഇത് 24-48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കമ്പൻ ടൗണിൽ വന്നു. കമ്പൻ ടൗണിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന 2 മന്ത്രിമാർ തമ്മിലുള്ള വ്യത്യാസമാണ്. അവിടെ തമിഴ്നാടിന്റെ വനം വകുപ്പ് മന്ത്രി മതിവേന്ദ്രൻ, അദ്ദേഹം 6 മണിക്കൂർ കൊണ്ട് മദ്രാസിൽ നിന്ന് ഈ കമ്പത്തെത്തി. കാരണം അത് പരമാവധി വേഗതയിൽ എത്താവുന്നതാണ്. ഈ ആനയെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത് വരെ അദ്ദേഹം അവിടെ നിന്ന് അതിനെ ഇവിടുന്ന് കൊണ്ടുപോയതിന് ശേഷമാണ് ആ മന്ത്രി അവിടുന്ന് പോയത്. എല്ലാ സ്ഥലത്തും മന്ത്രി ഓടിയെത്താനൊന്നും കഴിയില്ല. പക്ഷെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കാതെ, ഇവിടെ ബഹുമാന്യായ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ വാഗ്ദാനങ്ങൾ നൽകി ഇങ്ങനെ ഒരു വകുപ്പ് മന്ത്രി നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. അപ്പൊ പ്രായോഗികമായ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ആ പ്രായോഗികമായ കാര്യങ്ങൾ വിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ട് റെയിൽ ഫെൻസിങ്, ഇപ്പൊ ആനക്കുളം എൽദോസിനും വിജയനും അച്ഛനും ഒക്കെ അറിയാം, കാട്ടാനകൾ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലം, ഓരുള്ള ഒരു സ്ഥലമാണ്. അതിന് മുന്നോട്ട് കയറുന്നില്ല. പക്ഷേ അത് ഏതെങ്കിലും സാഹചര്യത്തിൽ കയറാനായ സാധ്യത ഉള്ളത് കൊണ്ട് അവിടെ ആനക്കുളത്ത് റെയിൽ ഫെൻസിങ് ആണ്. റെയിൽ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവണ്ണമുള്ള ഇരുമ്പ് വടം, ഒരാൾ ഉയരത്തിൽ കെട്ടിരിക്കുക. കാരണം അതിനെ തകർത്തുകൊണ്ട് ഇതിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ വടക്കേ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ പരീക്ഷിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്കൊരു ഗവൺമെന്റിന് ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്ന വനം വകുപ്പ് ഒരു 1000-1500 കോടി രൂപ പ്രതിവർഷം, ഒരു വർഷം ഇനിയിപ്പം നമ്മൾ PWD റോഡുകൾ നന്നാക്കുന്നില്ല എങ്കിൽ പോലും ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഈ വനങ്ങൾക്ക് ചുറ്റും മതിയായ രീതിയിൽ ഫെൻസിങ്, അതല്ല എങ്കിൽ എന്താ പറഞ്ഞ ഭിത്തികള്, കോൺക്രീറ്റ് ഭിത്തികള്, കിടങ്ങുകള്, ഇതൊക്കെ തീർക്കുന്നതിനുള്ള പ്രായോഗികമായ നടപടികൾ. ഇപ്പൊ ഞാൻ പീരിമേറ്റർ ഒരു ഉദാഹരണം കണ്ടു. ആളുകൾ ചേർന്നാണ് അവിടെ 15 കിലോമീറ്ററോളം ട്രെഞ്ച് നിർമ്മിച്ച് ഇപ്പുറത്തേക്ക് ഇപ്പൊ ആന കയറുന്നില്ലാത്തൊരു സ്ഥിതി ഉണ്ട്. ഇപ്പൊ മനുഷ്യൻ എത്രമാത്രം ഇങ്ങനെ ട്രെഞ്ച് നിർമ്മിക്കാൻ പറ്റും? അത് ഗവൺമെന്റ് ചെയ്യണം. അത് ഗവൺമെന്റ് ചെയ്യാൻ ഫലപ്രദമായി വിദഗ്ധന്മാരുമായി ഒക്കെ ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാതെ വെറുതെ ഈ വായ്ത്താരി. ഇനി ബിജുവിനെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, കേന്ദ്ര നിയമമൊന്നും അല്ല കുഴപ്പം. മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം അച്ഛനൊക്കെ അറിയാവുന്നതാണ്, നേരിമംഗലത്ത് പല ആനകൾ ഉണ്ടായിരുന്നു. അതിനെ വാളറക്കൊമ്പൻ, കൊലകൊല്ലി, രാജാക്കാട് കൊമ്പൻ, പാത്തിക്കാലൻ, ഇതിനെയൊക്കെ കാലാകാലങ്ങളിൽ വെടിവെച്ച് കൊന്നിട്ടുള്ളതാണ്. ഇപ്പൊ നേരിമംഗലത്തിനടുത്ത് ആണ് ഇട്ടൻ മാത്തുക്കുട്ടി എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ കവളങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്, എൽദോസിന് അറിയാം, ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ആരാണ് ജീവിച്ചിരുന്നത്, പഴയ ആനവേട്ടക്കാരൻ. സർക്കാർ പെർമിഷൻ കൊടുത്ത് ഈ അപകടകാരികളായ ആനകളെ വെടിവെച്ച് കൊല്ലുന്ന ആളായിരുന്നു ശ്രീ ഇട്ടൻ മാത്തുക്കുട്ടി. ആനവേട്ടയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പുസ്തകവും കഥയും ഞാൻ ദീപിക ദിനപത്രത്തിൽ പണ്ട് അത് കണ്ടശ പ്രസിദ്ധീകരിച്ചു. മനോരമ വാരികയും ഒരു 80കളിൽ ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഇത് വായിച്ചു ഓർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഈ അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ചിന്നത്തമ്പി എന്ന് പറയുന്ന ആനയെ രക്ഷയില്ലാതെ വന്ന് അവനെ വളഞ്ഞ് പിടിച്ച് ഇതുപോലെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത സംഭവങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുമ്പൊക്കെ ഏതെങ്കിലും 1-2 പ്രത്യേക ആനകൾ, അത് ചക്കക്കൊമ്പൻ, അരിക്കൊമ്പൻ പോലെ, അല്ലെങ്കിൽ പാത്തിക്കാലം പോലെ, അല്ലെങ്കിൽ രാജാക്കാട് കൊല്ലി പോലെ ആനകളായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാ ആനകളും വയലന്റ് ആയിരിക്കുകയാണ്. ആളുകളെ കാണുന്നവനെ മുഴുവൻ ഓടിച്ചിട്ട് കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോ ജനവാസ കേന്ദ്രങ്ങളിൽ ഇത് ഇറങ്ങാതെ തടയുവാനുള്ള നടപടി, ഇവിടെ അശാസ്ത്രീയമായ ഒരു കാര്യം ഞാൻ അപർണ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വനത്തിന്റെ എഡ്ജിൽ കൊണ്ടുവന്ന് ഈ ഫെൻസിങ്ങോ അതല്ലെങ്കിൽ ഇതോ ചെയ്തിട്ട് കാര്യമില്ല. അതൊരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക്. കാരണം ഈ ഫെൻസിങ് ആന ഒരു കാരണവശാലും ഈ 1/2 കിലോമീറ്റർ, അതായത് അതിനെ ഒരു ബൗണ്ടറി എന്നോ അതല്ല എങ്കിൽ നമുക്ക് ബഫർ സോൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 1/2 കിലോമീറ്റർ ഉള്ളിൽ ഈ ട്രഞ്ചും വേലിയും തീർത്ത് ഈ 1/2 കിലോമീറ്റർ ഗ്യാപ്പിലേക്കും കൂടി ഇവൻ ഇറങ്ങാൻ വന്നു കഴിയുമ്പോഴാണ് ഇത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് കഴിഞ്ഞത്. എല്ലാ സ്ഥലത്തും സാധ്യമല്ല. സാധ്യമായ സ്ഥലങ്ങളിൽ ഇതിനു വേണ്ടി ഗവൺമെന്റ് പണം മുടക്കണമെന്ന്, പണം മുടക്കാതെ തീർച്ചയായിട്ടും ഞാൻ തിരികെത്താം. പണം മുടക്കണം, പക്ഷേ